വന്യജീവി ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ മൂന്നാറിൽ കൺട്രോൾ റൂം തുറക്കാൻ തീരുമാനം. വയനാട് മാതൃകയിൽ മുഴുവൻ സമയ നിരീക്ഷണം ഉറപ്പാക്കും. വനമന്ത്രി AK ശശീന്ദ്രൻ വിളിച്ച യോഗത്തിലാണ് തീരുമാനം. ഇടുക്കി ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി റോഷി അഗസ്റ്റിനും യോഗത്തിൽ പങ്കെടുത്തു. ദീപക് ധർമ്മടമുണ്ട് വിവരങ്ങളുമായി. ദീപക്, വന്യജീവി ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുന്ന സാഹചര്യമാണ് മൂന്നാറിലുണ്ടാകുന്നത്. ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ച് ടൂറിസം മേഖല ഉൾപ്പെടുന്ന ആ പ്രദേശത്ത് കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അവിടെ സുരക്ഷിത ബോധം ഉറപ്പാക്കേണ്ടതുണ്ട്. എന്തൊക്കെ അടിയന്തര നടപടികൾക്കാണ് നിർദ്ദേശം വന്നിരിക്കുന്നത്? ഗൂഗിൾ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൻ്റെ അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ, ഒരു ടൂറിസം കേന്ദ്രത്തിലാണ് ഇത്തരത്തിൽ വന്യജീവി ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് അടിയന്തരമായി വനമന്ത്രി യോഗം വിളിച്ചത്. വനമന്ത്രി ആശുപത്രിയിൽ ചികിത്സയിലാണ്. അടിയന്തര ഓൺലൈൻ വിളിക്കുകയായിരുന്നു മന്ത്രി AK ശശീന്ദ്രൻ. ആ യോഗത്തിൽ ഇടുക്കിയുടെ ചുമതലയുള്ള മന്ത്രി റോഷി അഗസ്റ്റിനും ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിനും പങ്കെടുത്തു. വനം മേധാവി, അതുപോലെ തന്നെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇവരെല്ലാം പങ്കെടുത്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഴുവൻ സമയ കൺട്രോൾ റൂം തുറക്കാൻ മൂന്നാറിൽ തീരുമാനിച്ചു എന്നുള്ളതാണ്. അതുപോലെ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലുള്ള സംയുക്ത സമിതി ഏർപ്പെടുത്തും. മാത്രവുമല്ല, ഡ്രോൺ നിരീക്ഷണം ഏർപ്പെടുത്താൻ പോകുന്നു എന്നുള്ളതാണ്. അതായത് പ്രധാന ആനത്താരകളിൽ നേരത്തെ പടയപ്പ ഉൾപ്പെടെയുള്ള നിരവധി ആനകളുടെ ഭീഷണി നിലനിൽക്കുന്ന സ്ഥലമാണ്. ആ സ്ഥലത്ത് ഒരു നിരീക്ഷണം, മുഴുവൻ സമയ നിരീക്ഷണം ഏർപ്പെടുത്തുന്നു. ലൈറ്റിംഗ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ, ആനത്താരകളിൽ പലയിടത്തും വെളിച്ചമില്ല എന്ന് ഉദ്യോഗസ്ഥർ യോഗത്തിൽ പറയുകയുണ്ടായി. ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയും യോഗത്തിൽ പങ്കെടുത്തിരുന്നു, വനം വകുപ്പിലെ വിവിധ ഉദ്യോഗസ്ഥരെ കൂടാതെ. അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്, ഒന്ന്, പല മേഖലയിലേക്കും നിരീക്ഷണത്തിനുള്ള സാങ്കേതിക സംവിധാനം സാധ്യതയില്ല എന്നുള്ളതാണ്. അത്തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം അടിയന്തര പ്രാധാന്യത്തിൽ പരിഹരിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇനിയൊരു മരണം അവിടെ വന്യജീവി ആക്രമണത്തിൻ്റെ പേരിൽ മൂന്നാറിൽ ഉണ്ടാകരുത് എന്നുള്ള കർശന നിർദ്ദേശമാണ്. അതിന് സാധ്യമായതെല്ലാം ചെയ്യാനുള്ള അനുമതിയാണ് യോഗത്തിൽ വനം മന്ത്രി AK ശശീന്ദ്രനും അതുപോലെ തന്നെ ഇടുക്കി ജില്ലയുടെ ചുമതലക്കാരനായ മന്ത്രി റോഷി അഗസ്റ്റിനും നൽകിയത്. സംയുക്തമായി റവന്യൂ, വനം, പോലീസ് തുടങ്ങിയ വകുപ്പുകൾ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള സംയുക്ത സമിതി, മോണിറ്ററിംഗ് സമിതി ഉണ്ടാകും. മാത്രമല്ല, RRT വളണ്ടിയർമാരുടെ നിരവധി സംഘങ്ങളായി ഈ പറയുന്ന ഇടുക്കിയുടെ, നേരത്തെ വയനാട്ടിലൊക്കെ പരീക്ഷിച്ച മാതൃകയാണിത്, ഇടുക്കിയുടെ വിവിധ മേഖലകളിൽ, മൂന്നാറിൻ്റെ വിവിധ ആനത്താരകളിൽ ഉണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഡ്രോൺ നിരീക്ഷണം ഏർപ്പെടുത്താൻ പോകുന്നു. മുഴുവൻ സമയ കൺട്രോൾ റൂം തുറക്കാൻ പോകുന്നു. ഒരു മനുഷ്യൻ്റെ ജീവൻ്റെ വില തിരിച്ചറിഞ്ഞുകൊണ്ട് അടിയന്തര നടപടിയിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗോകുൽ, ശരി, ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും മൂന്നാറിൽ അടിയന്തരമായി കൺട്രോൾ റൂം തുറക്കുകയാണ്. കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് വനമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ ചടുലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. ഉടനടിയുള്ള നടപടികളിലേക്ക് വയനാട് മോഡൽ RRT സംഘത്തെ സജ്ജമാക്കാനും നിർദ്ദേശം നൽകിയിരിക്കുന്നു.